ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നിത്യത തന്നിൽ ഞാനെത്തും, തൻ്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാനെത്തും, തൻ്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും. ഭക്തിയിലാനന്ദ കണ്ണിൽ ഞാൻ വീഴ്ത്തും, ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ൽ ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അതായത് നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും എന്നുള്ളൊരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അധികം ഉരുവിടുന്ന വാക്യം ഇതായിരിക്കുമെന്ന് തോന്നുന്നു. മനുഷ്യൻ ലോകത്തിൽ വെട്ടിപ്പിടിക്കാവുന്നത് എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം നേടിയെടുക്കുവാൻ എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനയാമോ അതെല്ലാം ചെയ്യും. ധനവാന്മാരാണ് ഇത് ഏറെയും ചെയ്തു വരുന്നത്. അവരുടെ സമ്പത്തിനോട് സമ്പത്ത് സ്വരൂപിക്കുക. ഇതുകൊണ്ടായിരിക്കും കർത്താവ് പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിൽ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണെന്ന്. മണ്ണെ പ്രതി മാണിക്യം പിടിയുന്ന സമൂഹം. ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും പണം ആവശ്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ സുലഭമായി പണം ലഭിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയേണ്ടതില്ലല്ലോ. എന്നാൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ട് വിചാരപ്പെട്ടത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. എങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലേ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴുവൻ കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നിൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വ മഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല. ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അങ്ങനെയെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. മുമ്പേ അവന് രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോട് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒഴിവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത്. സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിച്ച് സ്വരൂപിച്ചുകൊള്ളുവീൻ. നീതിമാന്മാർ മാത്രമേ നിത്യജീവങ്കിലേക്ക് കടക്കുകയുള്ളൂ. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമാകുന്നു, അത് കണ്ടെത്താവുന്നവർ ചുരുക്കമത്രേ. യേശു തൻ്റെ ശിഷ്യന്മാരായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളൂ. എത്ര പ്രത്യാശയുള്ള വാഗ്ദത്തം! കർത്താവ് നമുക്കൊരു നിത്യത വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അത് അവനിൽ വിശ്വസിച്ചവർക്കും നിത്യജീവൻ പ്രാപിച്ചവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2:9 പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയം തോന്നിയിട്ടുമില്ല. ഈ ലോകത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും നിത്യജീവനെപ്പറ്റി കേൾപ്പാൻ താല്പര്യമില്ലാത്തവരെ രാജ്യത്തിൻ്റെ പുത്രന്മാരെന്നാണ് സംബോധന ചെയ്തത്. അവരുടെ അന്തം ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്കാണ് ആയിരിക്കും എന്ന് കർത്താവ് ഓർമ്മിക്കുന്നു. നിത്യത എവിടെ ചെലവഴിക്കുമെന്നുള്ള ബോധമോ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആവശ്യകതയെപ്പറ്റി ഇങ്ങനെയുള്ളവർക്ക് ചിന്തയില്ല. ധനസമ്പാദനം മാത്രമാണ് ഇങ്ങനെയുള്ളവരുടെ ലക്ഷ്യം. പത്രോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് സഹോദരന്മാരെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവ വഞ്ചകനായ സാത്താൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അതിനെ ജയിച്ചെങ്കിൽ മാത്രമേ ഒരു നിത്യത ലഭ്യമാകും. അതുകൊണ്ട്
വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നത്, ജയിക്കുന്നവന് ഞാനത് കൊടുക്കും എന്ന് പറയുന്നത്. നമ്മുടെ നായകൻ ജയിച്ചവനാണ്, ശത്രുവിനെ പരാജയപ്പെടുത്തിയവനാണ്. ആകയാൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ നമുക്ക് യാത്ര തുടരാം. ആ സ്വർഗീയമായ അനുഭവങ്ങളെ പ്രാപിപ്പാൻ തുടങ്ങണം. ദൈവമായ കർത്താവ് എവരുടെയും ജീവിതം സഹായിക്കട്ടെ. എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ, ദൈവത്തോടുള്ള സഹവാസത്തിലായിരിക്കാൻ തുടങ്ങണം. സർവ്വശക്തനായ കർത്താവ് എവരുടെയും ജീവിതം സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുന്നതാണ്. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.